സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഒരു മാസം തുടങ്ങിയപ്പോൾ മുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട്, ദീപക് ഷിംജിത വിഷയം. ആ ദീപക് ഷിംജിത വിഷയത്തിൽ ഇന്ന് വീണ്ടും പുതിയൊരു അപ്ഡേറ്റ് വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കിട്ടിരുന്നു. അതിനുശേഷം ഇന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപകിനെ കൊലപ്പെടുത്തിയ ഷിംജിതയ്ക്ക് ജാമ്യാപേക്ഷയുമായിട്ട് ഷിംജിതയും ഷിംജിതയുടെ അഭിഭാഷകനും വീട്ടുകാരും എല്ലാം കൂടി കോടതിയിലേക്ക് പോയി. കോടതി ആ വിധി പരിഗണിക്കുന്നത് ഇന്ന്, അതായത് ഫെബ്രുവരി 4 മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വിധി പരിഗണിക്കുന്ന ദിവസം കോടതി പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ കോടതിയിൽ ഇവരുടെ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ഇവരുടെ അഭിഭാഷകനോ ഇവരുടെ ഒരു ടീമിനും ഇവർ ഈ പറയുന്ന രീതിയിലുള്ള കാരണങ്ങൾ നിരത്താനോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയും ഈ പ്രതി ഷിംജിതയെ ഈ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടയക്കുന്ന ഒരു സംഭവം ഉണ്ടായി. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോൾ സന്തോഷമായിരിക്കുമെന്ന്. അതിൽ 24 ന്യൂസ് പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, ദീപകിന്റെ ആത്മഹത്യ, പ്രതി ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ദീപകിന്റെ ആത്മഹത്യ പ്രതി ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റുള്ള മാധ്യമങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ 24 ന്യൂസ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനപ്പുറം 24 ന്യൂസ് ഈ ഒരു അതിജീവിത എന്ന് പേരിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പരാതിക്കാരി എന്നൊരു പേരിട്ടുകൊണ്ട് അവരെ അങ്ങനെ അങ്ങ് വെള്ള പൂശാതെ പ്രതി എന്ന് തന്നെ ആ സംഭവം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ നല്ല രീതിയിൽ മെഴുകുന്നുണ്ട്, ഷിംജിത പ്രതിയല്ല, ഷിംജിത പാവം പിടിച്ചൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ 24 ന്യൂസ് ആണത്തമുള്ള ഒരുത്തൻ്റെ ചാനലായതുകൊണ്ട് തന്നെയും അവളെ പ്രതിന്ന് തന്നെ വിളിച്ചു. അവിടെ ചെയ്യുന്ന ഓരോ നീക്കങ്ങളും അവർ വാച്ച് ചെയ്ത് അതിനുള്ള വീഡിയോസ് എല്ലാം എടുത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചാനലും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഷിംജിത ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മാധ്യമങ്ങളുടെ അടുത്ത് പറയുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ പറയുന്നൊരു കാര്യം, താൻ കൊടുത്ത പരാതിയിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു, വെറുതെ ഒരു കാര്യം പറയേണ്ട, അല്ലെ വെറുതെ ഒരു ആരോപണം പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. എന്തായാലും അവൾക്കറിയാം നാറി നാണം കെട്ടെന്നുള്ളൊരു കാര്യം അവൾക്കറിയാം. അങ്ങനെ നാറി നാണം കെട്ടിരിക്കുന്ന അവസ്ഥയിലും അവളുടെ ആറ്റിറ്റ്യൂഡ് വിടാതെ തന്നെ അവൾ പറയുകയാണ്, അതായത് താൻ പറഞ്ഞ പരാതിയിൽ തന്നെ തനിക്ക് ഉറപ്പുണ്ട് അയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് ഇവൾ ഈ തോന്നിവാസം പറയുന്നത് ഓർക്കണം. ഈ സംഭവം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇവളുടെ ഈ പിറപ്പുകേട് കൊണ്ട് തന്നെയാണ്, ഈ പിതൃശൂന്യത്തരം കൊണ്ട് തന്നെയാണ് അയാൾ മരിച്ചതല്ലേ? അല്ലെ അയാൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും, ആ കുടുംബത്തിന് നാഥനായിട്ടും ആ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മകനായിട്ടും ഭാര്യയ്ക്ക് ഒരു നല്ല ഭർത്താവായിട്ടും ആ മക്കൾക്ക് നല്ലൊരു അച്ഛനായിട്ടും വേണ്ടി ജീവിക്കേണ്ടതാണ്, നമ്മളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കേണ്ടതാണ്. എന്നാൽ ഈ ട്രെൻഡ് ഒരു റോങ് വേയിലേക്ക് പോയ സമയത്ത് അയാളുടെ ജീവിതം അയാൾക്ക് കൈവിട്ടു പോയതാണ്, ആ അവസ്ഥയിലേക്ക് പോയതാണ്. അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. അപ്പം അങ്ങനെ തൻ്റെ പരാമർശം, അല്ലെ തൻ്റെ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു സ്ത്രീയെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഇത് പറഞ്ഞതിന് പേര് എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ബസ്സിൽ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അതിക്രമം ഉണ്ടായെന്ന് ചോദിക്കാൻ പറയുന്നതാണ്, വെറുതെ ഒന്നും പറയില്ലല്ലോ എന്ന്. അവിടെ ആറ്റിറ്റ്യൂഡിന് ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ല കേട്ടോ. എന്തോ പ്രതീക്ഷയുണ്ട് ആളിന്, എവിടെ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ. ഇപ്പോഴത്തെ അവളുടെ വേഷം കണ്ടില്ലേ, പർദ്ദ, മാസ്ക്, എന്തൊക്കെ കോലാഹലങ്ങളൊക്കെയാണല്ലേ. ഇവള് റീച്ചിന് വേണ്ടി തോന്നിവാസങ്ങൾ കാണിക്കുമ്പോൾ ഇതൊന്നും വേണ്ട, അഴിഞ്ഞാടി എന്തും കാണിക്കും, ഏത് ആംഗിളിൽ വെച്ചിട്ട് വേണമെങ്കിലും വീഡിയോ എടുക്കാം. ഫോൺ താഴെ വെക്കുന്നു, സൈഡിൽ വെക്കുന്നു, മുകളിൽ വെക്കുന്നു. ഇതൊന്നും ഒരു റീച്ച് എത്താത്തത് കൊണ്ട്, ഇതൊന്നും ഒരു ലെവലിലേക്ക് എത്താത്തത് കൊണ്ടാണ് ബസ്സിൽ കയറി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നത്. കണ്ടില്ലേ, പോലീസ് ഈ സംഭവം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവരുടെ ഒരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഷിംജിത പ്രതി തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ പ്രതിയാണെന്നുള്ളത് പോലീസിന് അറിയാം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മനസ്സിലായി, നമ്മുടെ നീതിന്യായ സംവിധാന വ്യവസ്ഥയ്ക്കെല്ലാം മനസ്സിലായി. എന്നിട്ടും അവളെ ഒരുമാതിരി വെള്ള പൂശാനായിട്ട് ഒരുപാട് ഫെമിനാസികൾ വരുന്നുണ്ട്. ഇപ്പം ആരുടെ ഒരു വരവ് ഞാൻ കാണുന്നില്ല. ഈ 2 ദിവസം മുൻപ് വരെ വന്നിരുന്നു തോന്നിവാസങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, എന്നാൽ ഇപ്പോൾ ആരെയും കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ അണഞ്ഞു പോയത് കൊണ്ടാണോ? അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അവർക്ക് ഏകദേശമൊക്കെ മനസ്സിലായത് കൊണ്ടാണോ? അതായിരിക്കും സത്യം. അതായത് ദീപകിനെ കൊന്നതാണ് ഷിംജിത എന്നുള്ളത് പോലീസ് ആണയിട്ട് പറയുമ്പോൾ അതിനെപ്പോലും വിശ്വസിക്കാത്ത നമ്മുടെ കോടതി, ബഹുമാനപ്പെട്ട കോടതി പോലും അതിനെപ്പറ്റി പറയുമ്പോൾ അതും മുഖവിലേക്ക് എടുക്കാതെ പ്രതി ദീപക് തന്നെയാണ്, ദീപകിന്റെ അച്ഛനും അമ്മയും പ്രതിയുടെ അച്ഛനാണ് അല്ലെ അമ്മയാണെന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് പോകുന്ന ഇത്തരം തീവ്ര ഫെമിനാസികളെ പിടിച്ചകത്തിടുക തന്നെ വേണം. അതെന്താണെന്നുള്ളത് കോടതിയുടെ ഒരു വിധിയെ മാനിക്കാതെ, പോലീസിന്റെ വിധിയെ മാനിക്കാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെല്ലാം കൊള്ളരുതായ്മയാണ്. അതിനോടൊപ്പം നമ്മുടെ സർക്കാരും പോലീസും കോടതിയും ഒക്കെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ ഒരു ചിന്താഗതി അത് നമ്മൾ എതിർക്കേണ്ടത് തന്നെയല്ലേ? അത് എതിർത്ത് വലിച്ചു കീറി ദൂരെ എറിയേണ്ട ഒരു വിധി തന്നെയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഷിംജിത എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് തന്നെ വീണ്ടും പോയിരിക്കുകയാണ്. പോലീസ് അവിടെ ഇവളെ തത്തമ്മ പറയുന്നത് പോലെ പറയിപ്പിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. അടിയും ഇടിയും കൊടുക്കുന്നൊന്നുമല്ല,
അവളുടെ റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾ ഇതോടുകൂടി അവസാനിക്കുമെന്നുള്ളതാണ്. ഇവളെപ്പോലെ വീഡിയോ എടുക്കാനായിട്ട് കാത്തിരിക്കുന്ന പെൺകുട്ടികളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവിടെ പൊലിഞ്ഞു പോയത് ഒരു ജീവൻ മാത്രമല്ല. ഈ കേരളത്തിലെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഒരുപാട് വിഷമത്തോടു കൂടി തന്നെയാണ് അയാളുടെ ഒരു ജീവൻ പോയപ്പോൾ എല്ലാവരും കണ്ടത്. അപ്പം അങ്ങനെ ആ ഒരു മനുഷ്യൻ പോയപ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാം നഷ്ടമായി. ആ ഒരു മനുഷ്യൻ പോയത് ഈ കേരളത്തിലെ ഒരു കൂട്ടം ആണുങ്ങൾക്ക്, അതായത് ഈ കൊള്ളരുതായ്മ ചെയ്യുന്നവരെയല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ ഈ വ്യാജ പരാതികൾ, വ്യാജ അതിജീവിതകൾ രംഗത്തേക്ക് വന്ന് കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പരാതികൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എങ്ങും നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, എല്ലായിടത്തും ഈ തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ശിക്ഷ അർഹിക്കേണ്ടവർക്ക് അത് കൊടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ദീപക് പോലെ എല്ലായ്പ്പോഴും എല്ലാവരും നിരപരാധികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ദീപകിൻ്റെ വിഷയത്തിൽ പ്രത്യേക താല്പര്യം പലർക്കും ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഈ വിഷയത്തിൽ ആദ്യം മുതലേ കണ്ടു. ദീപകിനെ കുറ്റവാളിയാക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ആളുകളെ കണ്ടു. ദീപകിനെതിരെ സംസാരിക്കുന്ന ഫെമിനാസികളെയും ഫെമിനാസികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആണും പെണ്ണും കെട്ട വർഗ്ഗങ്ങളായിട്ടുള്ള ഈ ചെകുത്താനെ പോലെയുള്ളവന്മാരെയും കണ്ടു. പിന്നീട് എന്ത് സംഭവിച്ചാലും ദീപകിനെ കുറ്റം പറയണമെന്നുള്ള ഒരു ഒറ്റ ഇൻറ്റൻഷൻ മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ മങ്ങി തുടങ്ങിയിരിക്കുന്നു. ഷിംജിതയെ പോലീസ് വെറുതെ വിടില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നു. ഞാനിത് ചിരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പോലീസിനെ ആദ്യത്തെ ആ ഒരു സമയത്ത്, അതായത് ഇവളുടെ പ്രൈവറ്റ് വാഹനത്തിൽ ഇവളെ കയറ്റിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അതിനെ വിമർശിച്ച് നമ്മൾ വീഡിയോ ചെയ്താണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് കേരള പോലീസിൻ്റെ സിനിമ സ്റ്റൈലിലുള്ള ഒരുപാട് തീരുമാനങ്ങളും നീക്കങ്ങളും ഒക്കെയാണ്. ഈ പ്രതിയായിട്ടുള്ള ദീപകിനെ കൊലപ്പെടുത്തിയ കൊലയാളിയായിട്ടുള്ള ഷിംജിതയെ വെറുതെ വിടാൻ സാധിക്കത്തില്ല. ഷിംജിതയെ വെറുതെ വിട്ടാൽ ഇനിയും ഇത് ആവർത്തിക്കും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ധാർഷ്ട്യമുള്ള, അങ്ങനെ ഉറച്ച മനോഭാവമുള്ള ഒരു പോലീസിനെയാണ് നമ്മൾ കണ്ടത്. ആ പോലീസ് തന്നെയാണ്, ഇങ്ങനെയുള്ള പോലീസുകാർ തന്നെയാണ് വേണ്ടത്. ഇത് മുൻപേ ഈ രീതിയിൽ തന്നെ ചെയ്തിരുന്നെങ്കിൽ, വ്യാജ പരാതികൾ കൊടുത്തുകൊണ്ട് ആണുങ്ങളെ തുറുങ്കിലടയ്ക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനത്തെ ചെറ്റ സ്ത്രീകൾ, കുടുംബത്തിൽ പിറക്കാത്ത മാന്യതയില്ലാത്ത നിലയും വിലയും ഇല്ലാത്ത സ്ത്രീകളെ പിടിച്ചകത്തിടാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ദീപകിൻ്റെ ജീവൻ ഇവിടെ പൊലിയില്ലായിരുന്നു. ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാതെ ഒരു പോക്സോ കേസ് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ആദ്യം ചെയ്യുന്ന എന്താണ്? ആ പ്രതി എന്ന് പറയപ്പെടുന്ന കുറ്റാരോപിതനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അയാളെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് അയാളെ പുറംലോകം കാണാൻ വിടുന്ന, അയാൾക്ക് കാശുണ്ടെങ്കിൽ നല്ല മുന്തിയ അഭിഭാഷകനെ വെച്ച് വിജയിച്ചെങ്കിൽ മാത്രമേ പുറത്തു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അയാൾ അങ്ങനെ കിടക്കും. നമ്മൾ ഈ കുറച്ചു കാലം മുൻപ്, ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലമായി. അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നതാണ്. അതൊരു പോക്സോയാണ്. ഒരു പെൺകുട്ടി ഗർഭിണിയായി. ആ ഗർഭിണിയായ പെൺകുട്ടി നൽകിയൊരു പരാതിയാണ്. ആ പരാതിയിൽ ഇയാളാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു ആ കേസ് പോയത്. അയാളെ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തോളം ജയിലിൽ അടച്ചിരുന്നു. പിന്നീട് അതിന് ശേഷം അയാളെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുമ്പോൾ ആ ഒരു പെൺകുട്ടി പിന്നീട് അവരുടെ ടെസ്റ്റൊക്കെ നടത്തിയ സമയത്താണ് അറിയുന്നത് അത് തൻ്റെ കാമുകൻ, അല്ലെ തൻ്റെ ബോയ് ഫ്രണ്ട്, ആൺ സുഹൃത്ത് തന്നെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായതെന്നുള്ളൊരു തെളിവ് വന്നപ്പോൾ അയാളെ നിരപരാധികം വിട്ടയക്കുകയാണ് ചെയ്തത്. നിരപരാധി എന്നുള്ള രീതി വിട്ടയക്കുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ നഷ്ടമായത് അയാളുടെ ആ ഒരു യൗവനം, അയാളുടെ നല്ലൊരു ജീവിതമാണ്. അയാളുടെ കുടുംബം, അയാളുടെ സമൂഹം എല്ലാം അയാൾക്ക് നഷ്ടമായി. എല്ലാത്തിൻ്റെയും മുൻപിൽ അയാൾ നിരപരാധി എന്ന് തെളിഞ്ഞാലും എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു സംശയത്തിൻ്റെ നിഴലുകൾ അവശേഷിക്കും. അതൊക്കെ കണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അദ്ദേഹം പിന്നീട് വാർദ്ധക്യ സമയമായപ്പോഴാണ് അദ്ദേഹത്തിന് ജയിൽ മോചനം നേടുന്നത്. അദ്ദേഹം പിന്നീട് ആരോടും ഒരു പരാതിയില്ല, എൻ്റെ മോളെ പോലെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നൊരു വീഡിയോ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്നേ പരാതി, അല്ലെ ഇങ്ങനൊരു കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യം വരുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇതിപ്പോൾ ഈ ലെവലിലേക്ക് പോകില്ലായിരുന്നു. അതിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കും നമ്മുടെ എല്ലാ സംവിധാനങ്ങൾക്കും ഒരു പാളിച്ച വന്നിട്ടുണ്ട്. സ്ത്രീകളെ എന്ത് പറഞ്ഞാലും കണ്ണും വിശ്വസിക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ ദീപക് വിഷയത്തോടു കൂടി ആ ഒരു സംവിധാനം മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കില്ല, ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ തെറ്റ് ചെയ്യുന്നവർ ശിക്ഷ അനുഭവിക്കണം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വീണ്ടും പറയണം, അങ്ങനെയുള്ളവർ ശിക്ഷ അനുഭവിക്കണം. അതിന് കൊടുക്കാവുന്നതിന് അത്രയും ശിക്ഷ കൊടുക്കണം. പക്ഷേ ദീപകിൻ്റെ വിഷയം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷിംജിതയെ വെറുതെ വിടാൻ സാധിക്കരുത്, അല്ലെ വെറുതെ വിടരുത്. ഇവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ, തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എയറിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവളെ വൈറലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്താ എന്നും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. എന്ത് തന്നെയാണെങ്കിലും ഈ ഷിംജിതയ്ക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാ വിധി തന്നെയാണ്. പോലീസിൻ്റെ ഒരു നടപടി അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ഒരു ബിഗ് സല്യൂട്ട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ഭാഗത്തു നിന്ന് ഞാനും നൽകുകയാണ്. കേരള പോലീസെ ഇങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ സമയത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.